കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലെ ഒരു കോളേജിൽ ഇലക്ഷൻ നടക്കുന്നു. പരമ്പരാഗതമായി 10-40 വർഷമായി അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത് SFIയുടെ മുന്നണിയാണ്. ഈ വർഷം ചെയർമാൻ അടക്കമുള്ള പ്രധാനപ്പെട്ട പല സ്ഥാനങ്ങളിലും UDSF എന്ന് പറയുന്ന യുണൈറ്റഡ് ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫ്രണ്ട്, അതായത് KSUവിൻ്റെയും MSFൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി അവിടെ ജയിക്കുന്നു. അവർ പ്രകടനം നടത്തുന്നു. അവരെ പ്രകടനം നടത്തുമ്പോൾ സ്വാഭാവികമായും അപ്പുറത്തുള്ള കുട്ടികൾ പരമ്പരാഗതമായി ജയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരും പ്രകടനം നടത്തുന്നു. അങ്ങനെ രണ്ട് കൂട്ടരും കൂടി പ്രകടനത്തെ, കുട്ടി സഖാക്കളുടെയും കുട്ടി നേതാക്കളുടെയും പ്രകടനത്തെ മുതിർന്നവർ ഏറ്റെടുക്കുന്നു. മുതിർന്നവർ തെരുവിലേക്ക് ഇറങ്ങുന്നു, പേരാമ്പ്ര ടൗണിലേക്ക് ഇറങ്ങുന്നു. പിന്നെ ഇന്നലെ രാത്രി കണ്ട കാഴ്ച, ഇന്നലെ വൈകുന്നേരം മുതൽ രാത്രി കണ്ട കാഴ്ച, കേരളത്തിലാകമാനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസും പാർട്ടിക്കാരും വിവിധ പാർട്ടിക്കാരും തമ്മിൽ, CPM-ഉം കോൺഗ്രസും, അതുപോലെ ഒരു വശത്ത് കോൺഗ്രസ്, മറുവശത്ത് CPM, പിന്നെ മുസ്ലിം ലീഗ്, ഇവർ തമ്മിലുള്ള സംഘർഷവും അവസാനം ഒരു MP-ക്ക് വരെ മൂക്കിൽ സർജറി ചെയ്യേണ്ട നിലയിലേക്ക്, ഓപ്പറേഷൻ നടത്തേണ്ട നിലയിലേക്ക് ഒരു ഷാഫി പറമ്പിൽ MP-ക്ക് വരെ തല്ലുകിട്ടി. DCC പ്രസിഡന്റ് പ്രവീണിന് തല്ലുകിട്ടി. ഒരുപാട് ആളുകൾ അക്രമത്തിലും തല്ലിലുമൊക്കെ പെട്ടു. പലർക്കും ബുദ്ധിമുട്ടുണ്ടായി. എന്തിനാണ് ഈ സംഘർഷങ്ങൾ പോകുന്നത്? വിദ്യാലയങ്ങളിൽ SFI ജയിച്ചു എന്നു വലിയ വാർത്തയുണ്ട്. പക്ഷേ അപ്പോൾ SFI മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ ജനാധിപത്യപരമല്ലാത്ത തിരഞ്ഞെടുപ്പുകളിലൂടെയാണോ നിങ്ങൾ ജയിക്കുന്നത്? നിങ്ങളും അത് ചിന്തിക്കണം. ഇനി SFI മാത്രമല്ല, ABVP ഉള്ള ചില കോളേജുകളിൽ ABVP-ക്കാരും ഇത് ചിന്തിക്കണം. മറ്റാരെയും പ്രവർത്തിക്കാൻ അനുവദിക്കാതെ, നിങ്ങളൊരു മുഷ്ക് കാണിച്ച്, ബഹളം കാണിച്ച്, വേറെ ആരും വോട്ട് ചെയ്യാൻ വരാതെ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രം ജയിപ്പിച്ചെടുക്കുന്ന കോളേജുകൾ, KSUവും അങ്ങനെ തന്നെ, പല മലപ്പുറത്തെ ചില കോളേജുകളിലും MSF-ഉം അങ്ങനെ തന്നെ. തങ്ങൾക്കൊരു അപ്രമാദിത്വം കോളേജിൽ കിട്ടിയാൽ അവിടെ പഠിക്കേണ്ടെന്ന് താല്പര്യമില്ലാത്ത കുട്ടികളെയും, നിരവധി വർഷങ്ങൾ തോറ്റ് നിരവധി വർഷങ്ങളെയും കുട്ടികളെ കോളേജിൽ അഡ്മിഷൻ എടുപ്പിച്ച് അവരെ കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിപ്പിച്ച് ആ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ വളർന്നു വരുന്ന പ്രതിഭകളെ തല്ലിച്ചതച്ച് ഇല്ലായ്മ ചെയ്യുന്ന കാഴ്ച കേരളത്തിലെ കലാലയങ്ങളിൽ കാണുന്നുണ്ട്. അതിലൊരു പാർട്ടിയും പിറകിലല്ല. ചിലർ മുന്നിലാണ്, ചിലർ ഏറ്റവും പിറകിലാണ് ലിസ്റ്റിൽ എന്നുള്ളതേ ഉള്ളൂ. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? കാരണം ഇന്നത്തെ ജനാധിപത്യത്തിൻ്റെ സൗകുമാര്യത്തിൽ വരുന്ന കുഞ്ഞുങ്ങളാണ് നാളെ ഇവിടെ ഭരണാധികാരികളാകേണ്ടത്. അതുകൊണ്ട് കോളേജുകളും സ്കൂളുകൾ എന്നൊക്കെ പറഞ്ഞാൽ, സ്കൂൾ ഇപ്പോൾ അങ്ങനെ വരുന്നില്ല, പ്രീ ഡിഗ്രിക്ക് ബോർഡൊക്കെ മാറിയപ്പോൾ സ്കൂൾ അങ്ങനെ വരുന്നില്ല, കോളേജുകളാണ്. കോളേജുകൾ ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലങ്ങളായിട്ടുള്ള ചെറിയ പരീക്ഷണശാലകളാണ്. പക്ഷേ അവിടെ മത്സരിക്കാൻ സമ്മതിക്കില്ല. മത്സരിച്ചാൽ തല്ലും, ജയിച്ചാൽ തല്ലും, തങ്ങൾക്ക് അധികാരമുള്ളിടത്ത് മറ്റൊരാൾ വന്നാൽ തല്ലും. ഇങ്ങനെ തല്ലി ജനാധിപത്യത്തെയാണ് നിങ്ങൾ തല്ലുന്നത്. ഒരു സീറ്റിനെയല്ല, 5 പേരുടെ സീറ്റിനെയല്ല. പരമ്പരാഗത സീറ്റുകളിൽ മാറ്റമുണ്ടാകും. ആദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടിയും, പിന്നെ എത്ര പാർട്ടികൾ വന്നു, RSP വന്നു, എല്ലാം വന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വന്നു, എല്ലാം വരും. അതുകൊണ്ട് അതിനെ നോക്കിയിരിക്കാതെ ജനങ്ങൾ നിർഭയമായി, കുട്ടികൾ നിർഭയമായി വോട്ട് ചെയ്യട്ടെ, നിർഭയമായി അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തട്ടെ. അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ അവരെ തല്ലി, അവരെ വീട്ടിലിട്ട് തല്ലി, നാട്ടിലിട്ട് തല്ലി, എന്ത് രാഷ്ട്രീയമാണ് ഇവിടെ കാണുന്നത്? അത് ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ, കേരളം വികസനത്തിൽ നമ്പർ 1 ഞങ്ങളെ കണ്ട് പഠിക്കൂ എന്ന് ഒരു വശത്ത് പറയുമ്പോൾ, ജനാധിപത്യ സംരക്ഷണത്തിനുള്ള സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം ഒരു വനിതയ്ക്ക് കിട്ടിയ ദിവസമാണ് നമ്മളിരുന്ന് സംസാരിക്കുന്നത്. കേരളത്തിലെ കലാലയങ്ങളിൽ ജനാധിപത്യം ഓരോ നിമിഷവും മരിച്ചു കൊണ്ടിരിക്കുകയാണോ? അങ്ങനെ മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ ആ ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കാനുള്ള സമ്പുഷ്ടീകരണം നടത്തുന്നതിന് പകരം രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ തെരുവിലിറങ്ങി പരസ്പരം പോരടിക്കുകയാണോ? ഗവൺമെൻറ്, പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ശബരിമല പോലുള്ള വിഷയങ്ങൾ പുറത്തു വരാതിരിക്കാനാണ് ഭരണകക്ഷി ഇങ്ങനെ ചെയ്യുന്നത്. ഭരണകക്ഷിയുടെ ആരോപണം പ്രതിപക്ഷം പുകമറ സൃഷ്ടിക്കുകയാണ്, കലാപം സൃഷ്ടിക്കുന്നു എന്നാണ്. എന്തായാലും പ്രതിപക്ഷ BJP പക്ഷങ്ങൾക്കപ്പുറം തീർച്ചയായും കേരളത്തിലെ കലാലയങ്ങളിൽ ജനാധിപത്യം പുലരണം. അതുപോലെ തന്നെ അത് തെരുവിലേക്ക് വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കുട്ടികൾ സമരം ചെയ്യട്ടെ, കുട്ടികൾ ഹർത്താൽ നടത്തട്ടെ, കുട്ടികൾ കുട്ടികളുടെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യട്ടെ. പക്ഷെ അവിടെ മുതിർന്നവർ ചെന്ന്, അല്ലെങ്കിൽ മറ്റ് ട്രേഡ് യൂണിയനിൽപ്പെട്ടവർ ചെന്ന്, മറ്റ് സംഘടനകളിൽപ്പെട്ടവർ ചെന്ന് തല്ലുണ്ടാക്കാനും തെരഞ്ഞു പിടിച്ച് തല്ലുവാനുമൊക്കെ നടക്കുന്നിടത്ത് എന്ത് ജനാധിപത്യം, എന്ത് വികേന്ദ്രീകൃത ആസൂത്രണം, എന്ത് ജനകീയ ആസൂത്രണം, എന്ത് പങ്കാളിത്ത വികസനം, എന്താണ് ഇവിടെ കേൾക്കുന്നത്? ഇതെല്ലാം കേൾക്കുമ്പോൾ ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക നായകർ എന്ന് പറയുന്നവർ, ബുദ്ധിജീവികൾ, കേരളത്തെ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ നടക്കുന്ന, ലോകത്തിനെ മുഴുവൻ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ക്ഷണിക്കുന്നത്, വരൂ ഞങ്ങളുടെ പഞ്ചായത്തിൽ വരൂ, ഞങ്ങളുടെ വാർഡിൽ വരൂ എന്ന് ലോകത്തെ ക്ഷണിക്കാൻ നടക്കുന്ന ബൗദ്ധിക ജീവികളും
അതിനേറാൻ മൂളുന്നവരും നിങ്ങൾ ഈ ജനാധിപത്യ ധ്വംസനത്തെ കാണണം. അതേതു പാർട്ടി ചെയ്താലും, ആരുടെ ഭാഗത്തുനിന്ന് വന്നാലും, ഏത് വിദ്യാർത്ഥി യൂണിയൻ്റെ ഭാഗത്തുനിന്ന് വന്നാലും, ഏത് വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തുനിന്ന് വന്നാലും അതൊന്നും വച്ച് പൊറപ്പിക്കാവുന്നതല്ല. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക നായകരെന്ന് അവകാശപ്പെടുന്നവരും ഇരിക്കുകയാണ്, ഈ ക്യൂവിൽ നിൽക്കുകയാണ്. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ, സംസ്ഥാന ഗവൺമെൻറ് ആവട്ടെ, അവരിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടട്ടെ. 6 മാസം കഴിഞ്ഞ് മറ്റൊരു മുന്നണി വരികയാണെങ്കിൽ അവരിൽ നിന്ന് കിട്ടാനും ഇപ്പോൾ ലിസ്റ്റിൽ പലരും പേരെടുത്ത് വച്ചിട്ടുണ്ട്, ഉടുപ്പടിച്ച് വച്ചിട്ടുണ്ട്. അക്കാഡമികളിൽ അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ കയറിപ്പറ്റി അംഗത്വം എടുത്ത്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ ഫാക്കൽറ്റിയെങ്കിലുമായി കേരളത്തിൽ ശിഷ്ടകാലം ജീവിച്ചൊരു സഞ്ചിയുമായിട്ടൊക്കെ പോയി. ഞാൻ സഞ്ചി എടുക്കുന്നവരെ കുറ്റം പറയുന്ന ആളല്ല, ദീർഘകാലം ഞാൻ സഞ്ചി ഉപയോഗിച്ചിരുന്ന ആളാണ്. സഞ്ചി ഒരു ലാളിത്യത്തിൻ്റെ പ്രതീകം കൂടിയാണ്. പക്ഷേ അതൊരു ഉപജീവന വയറ്റിപ്പിഴപ്പിൻ്റെ ആയുധമായി മാറുമ്പോൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്തായാലും കേരളത്തിൽ ജനാധിപത്യ ധ്വംസനമാണ് ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കലാലയങ്ങളിൽ നടക്കുന്നത് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല. ആ കലാലയങ്ങളിൽ നിന്ന് അത് തെരുവിലേക്ക് വരുന്നു എന്നുള്ളത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട വലിയ രാഷ്ട്രീയ വിഷയമാണ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ജനാധിപത്യ ധ്വംസനങ്ങൾക്കെതിരെ പോരാടിയ ഒരു വനിതയ്ക്ക് കിട്ടിയ ഈ വർത്തമാന ലോകത്ത് കേരളത്തിൽ നടക്കുന്ന ക്യാമ്പസിലാകട്ടെ തെരുവിലാകട്ടെ നടക്കുന്ന ജനാധിപത്യ ധ്വംസനങ്ങളെ നമ്മൾ കാണാതിരുന്നുകൂടാ. കൃത്യമായി സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതും ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. ഡിസൻ്റാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് നാം തിരിച്ചറിയണം. എതിര് പറയാൻ, വിരുദ്ധ അഭിപ്രായം പറയാൻ, സംഘടിക്കാൻ, സംഘം ചേരാൻ, ശരിയായ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഏത് സംഘടനകളുണ്ടാക്കാൻ, രൂപങ്ങളുണ്ടാക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ അതിനെ സംഘടിത ശക്തി തല്ലിക്കെടുത്തുന്നതും ഇല്ലായ്മ ചെയ്യുന്നതും ആരുടെ ഭാഗത്തുനിന്ന് വന്നാലും അത് പൊറുക്കാവുന്നതല്ല. ഒരു കാരണവശാലും നമുക്കത് പ്രോത്സാഹിപ്പിക്കാവുന്ന കാര്യവുമല്ല. തീർച്ചയായിട്ടും കേരളത്തിൽ ഇന്നലെ രാത്രി കണ്ടതിൻ്റെ ബാക്കി പത്രം ഇന്നും തെരുവോരങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷവും കോൺഗ്രസുമൊക്കെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 2-3 ദിവസം ഷാഫി പറമ്പിൽ ആശുപത്രിയിലാകുമെന്ന് കേൾക്കുന്നു, 3 ദിവസം ഒബ്സർവേഷനിലായിരിക്കുമെന്ന് കേൾക്കുന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ പരസ്പരം തല്ലിയും കൊന്നും വെട്ടിയും പിടിച്ചുമൊക്കെ ഒരു രാഷ്ട്രീയത്തെ വളർത്തിയെടുക്കുന്നത്? പൊതുജനങ്ങൾ, പ്രധാനപ്പെട്ട ന്യൂജൻ കുട്ടികൾ ഇതിലൊന്നിലും വിശ്വാസമില്ല. അവർ കേരളം വിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു.